കൊച്ചി രൂപതയുടെ ആത്മീയ ചൈതന്യവും കരുണയുടെ പ്രഭാവവുമായിരുന്ന ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 65ാം ചരമവാർഷികം ഇടക്കൊച്ചി സെയിന്റ് ലോറൻസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ദരിദ്രർക്കും ആലംബഹീനർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പാവങ്ങളുടെ അപ്പോസ്തോലൻ എന്ന് വിശ്വാസികൾ സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന പുളിയനത്തച്ഛന്റെ ഓർമ്മ പുതുക്കാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ദേവദാസ ചാപ്പലിൽ നടന്ന വിശേഷാൽ ദിവ്യബലിക്ക് കൊച്ചി രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1,00,000-ഓളം പേർക്ക് വേണ്ടിയുള്ള നേർച്ച സദ്യയാണ് ഇടവകയിൽ ഒരുക്കിയത്. കൊച്ചി രൂപതയുടെ ആത്മീയ ചൈതന്യവും കരുണയുടെ പ്രഭാവവുമായിരുന്ന ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 65 ആണ്ടുകളുടെ നിറവ്. ദരിദ്രർക്കും ആലംബഹീനർക്കും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ പുണ്യചരിതൻ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ഇടവകയെ ഒരു മഹാ തീർത്ഥാടന കേന്ദ്രമായി മാറ്റി തീർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ അപ്പോസ്തലൻ എന്ന് വിശ്വാസികൾ സ്നേഹാദരങ്ങളോട് വിളിക്കുന്ന പുളിയനത്തച്ഛന്റെ വേർപാടിന്റെ 65ാം വാർഷികാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയും പതിനായിരങ്ങൾ പങ്കെടുത്ത നേർച്ച സദ്യയുടെയുമാണ് ഇടക്കൊച്ചി നിവാസികൾ അനുസ്മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്ക് ഇടവക ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവദാസ ചാപ്പലിൽ നടന്ന വിശേഷാൽ ദിവ്യബലിക്ക് കൊച്ചി രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുറിവേറ്റ് കിടന്ന ആ മനുഷ്യന്റെ അടുക്കൽ കൂടെ പലരും കടന്നുപോയി. അവർക്ക് സഹതാപം ഉണ്ടായി കാണും. പക്ഷെ സഹതാപം ഒരിക്കലും കരുതലിന്റെ അടുക്കൽ പോലും എത്തില്ല. സഹതാപം ഉണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ പറയാം എനിക്ക് നിന്റെ കാര്യത്തിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷെ കരുതൽ എന്നുള്ളത് അവന്റെ മുഖമോ ജാതിയോ മതമോ നോക്കാതെ അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവനെ സഹായിക്കുവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശ്രമമാണ്. മോൺസിഞ്ഞോറും അത് തന്നെയാണ് ചെയ്തത്. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മോൺസിഞ്ഞോറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച കരുതലാണ്. ജാതി മതഭേദമന്യേ എല്ലാവരോടും കാട്ടിയ കരുണയും കരുതലും. സ്നേഹമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുക ഞാൻ പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ആ വാക്കിൽ തന്നെ ഒതുങ്ങി അവിടെ തന്നെ അത് നിന്നു പോകും. കരുതൽ എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കഴിവാണ്. അത് ആരുടെയും മുഖം നോക്കിയല്ല, ആരുടെയും ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ആരുടെയും പദവിയോ സമൂഹത്തിൽ അവന്റെ വിലയും നോക്കിയിട്ടല്ല. തുടർന്ന് അദ്ദേഹം നേർച്ച സദ്യ ആശീർവദിക്കുകയും ചെയ്തു. കൊച്ചി രൂപത വികാരി ജനറൽ വെരി റവറൻഡ് ഡോക്ടർ ജോസി കണ്ടനാട്ടുതറ സഹകാർമ്മികനായി. 1,00,000-ഓളം പേർക്കുള്ള നേർച്ച സദ്യയാണ് ഇടവകയിൽ ഒരുക്കിയിരുന്നത്. ഉച്ചയ്ക്ക് 11:30 മുതൽ വൈകുന്നേരം 3:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ ദിവ്യബലികൾ ഉണ്ടാവും. റവറൻഡ് ഫാദർ ജിബിൻ കരിമുദത്ത്, ഫാദർ അനൂപ് പോൾ ബ്ലാംപറമ്പിൽ, തോമസ് ഷിബി ചെമ്മായത്ത്, അജോ പുലിയുറുമ്പിൽ എന്നിവർ വിവിധ സമയങ്ങളിലെ കുർബാനകൾക്ക് നേതൃത്വം നൽകും. കഴിഞ്ഞ വർഷങ്ങളില് ഏതാണ്ട് ട്രൈബ്യൂണലില് 52 സാക്ഷി മൊഴികൾ എടുത്തു. ദേവദാസനുമായിട്ട് ബന്ധപ്പെട്ടവരെ, അറിയാവുന്നവരെ, ആ സമകാലികരായിട്ടുള്ള ആളുകളുടെ പൂർവികരുടെയൊക്കെ സാക്ഷി മൊഴികൾ 52 പേരുടേത് എടുത്തു. അതുപോലെ തന്നെ 45 പേര് ഇവിടെ വരാൻ സാധ്യതയില്ലാത്തവരെ, രോഗികളായിട്ടുള്ളവരുടെ ഭവനങ്ങളിൽ പോയി നമ്മൾ എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ 12 അക്രൈസ്തവരുടെ സാക്ഷിമൊഴികൾ എടുത്തു. ഈ സാക്ഷിമൊഴികളെല്ലാം രേഖപ്പെടുത്തിയത്, സ്വന്തം കൈകൊണ്ട് എഴുതി അത് രേഖപ്പെടുത്തിയത് ആന്റണി കാട്ടിപ്പറമ്പിലാണ്. വൈകുന്നേരം 5 മണിക്ക് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം ഇടവകാംഗങ്ങൾ റീത്ത് സമർപ്പണ റാലിയും നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.